ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. 4-ാം സങ്കീർത്തനം 8-ാം വാക്യം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സമാധാനമായി ഭയം കൂടാതെ ആകുലതകളില്ലാതെ ഉറങ്ങുവാൻ കഴിയുക, സമാധാനവും സന്തോഷവും നിത്യജീവിതത്തിൽ അനുഭവിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ പ്രതീക്ഷയും ആഗ്രഹവുമാണല്ലോ. അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണല്ലോ നമ്മുടെ എല്ലാ അധ്വാനങ്ങളും പ്രയത്നങ്ങളും. ശാരീരികമായ അസുഖങ്ങൾ മൂലവും മനസ്സിൻ്റെ വികലമായ ചിന്താഗതികൾ മൂലവും, അതായത് മറ്റുള്ളവരുടെ വളർച്ചയുള്ള അസൂയ, എത്ര കിട്ടിയാലും മതിയാകാത്ത ആർത്തി, പ്രത്യാശയില്ലാത്ത പ്രതീക്ഷകൾ, ദൈവം നൽകുന്ന നന്മകളെക്കുറിച്ച് നന്ദിയില്ലാതെ പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കൽ, നാളെക്കുറിച്ചുള്ള അനാവശ്യമായ ആധി, ഇങ്ങനെ അനേക വിഷയങ്ങൾ മൂലം ഉറക്കം നഷ്ടപ്പെടുന്നവർ അനേകരാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്ന വാചകം നമുക്ക് പ്രത്യാശ നൽകുന്നത്. എല്ലാ ദിവസത്തെയും ശയന നമസ്കാരത്തിലും വലിയ നോയമ്പിലെ സന്ധ്യാപ്രാർത്ഥനയിലും പിതാക്കന്മാർ ഈ സങ്കീർത്തനം ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ അനുദിന ജീവിതത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന സങ്കീർത്തനമാണിത്. ദാവീദിന്റെ ജീവിതത്തിൽ ഉറക്കം കെടുത്തുന്ന വിഷയം മുകളിൽ സൂചിപ്പിച്ചവയൊന്നുമല്ല, മറിച്ച് കൂടെ നിൽക്കുന്ന വിശ്വസ്തന്മാരെന്ന് വിശ്വസിച്ചവരുടെ കാലുവാരലും പരിഹാസവുമാണ്. ഒരു വ്യക്തിയെ എത്രമാത്രം തളർത്തുന്ന അനുഭവമാണ് ഇത് എന്ന് നാം ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് ദാവീദ് 2-ാം വാക്യത്തിൽ ചോദിക്കുന്നു, പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ ബഹുമാനത്തെ നിന്ദിക്കും? നിങ്ങൾ മായയെ സ്നേഹിച്ച് വ്യാജം അന്വേഷിക്കുന്നവരാണ്. നിങ്ങളുടെ ആരോപണങ്ങൾ വ്യർത്ഥവും വ്യാജവുമാണ്. തൻ്റെ മകനായ അബ്ശാലോമിനെ ഭയന്ന് വനാന്തരങ്ങളിൽ അലയുന്ന ദാവീദിനെ ശിമെയി എന്ന ശൗരിന്റെ കുലത്തിലെ അഹങ്കാരിയായ മനുഷ്യൻ അധിക്ഷേപിക്കുന്ന സംഭവം 3-ാം സങ്കീർത്തനത്തിന്റെ ധ്യാനവേളയിൽ നാം കണ്ടിരുന്നല്ലോ. അവനെ പോലെ ഉള്ളവരോ അല്ലെങ്കിൽ രാജ്യം പിടിച്ചടക്കുവാൻ കുതന്ത്രങ്ങൾ മാത്രം പ്രയോഗിച്ച തൻ്റെ മകനായ അബ്ശാലോമിന്റെ സ്നേഹിതന്മാരോ ഒക്കെ ആയിരിക്കണം ദാവീദിനെതിരെ ഇപ്രകാരം കള്ളപ്രചരണങ്ങൾ നടത്തി ദാവീദിനെ മാനസികമായി തളർത്തുവാൻ ശ്രമിക്കുന്നത്. എല്ലാ മനുഷ്യരും അവരവരുടെ വ്യക്തിത്വത്തിന്റെ മഹത്വത്തെ അഭിമാനമായി കരുതുന്നവരാണ്. ആ വ്യക്തിത്വത്തെ വ്യാജമായ ആരോപണങ്ങളിലൂടെ അധിക്ഷേപിച്ച് സമൂഹമധ്യയെ താറടിച്ച് കാണിക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന മാനസികമായ വേദന എത്ര കഠിനമായിരിക്കും എന്നത് ഊഹിക്കുവാൻ പോലും പ്രയാസമാണ്. ആ ഒരു മനോവേദനയിലും വ്യഥയിലും ആയിരിക്കുന്ന ദാവീദ് തന്റെ ശത്രുക്കളായിരിക്കുന്നവരോട് പറയുന്ന 5 കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഈ അധ്യായത്തിന്റെ സന്ദേശവും മറ്റുള്ളവർ ഉറക്കം കെടുത്തുന്നവർക്കെല്ലാം നല്ല ഉപദേശവുമായി ദാവീദ് ഈ 5 കാര്യങ്ങൾ പറയുന്നു. ഒന്നാമതായി, നിങ്ങൾ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക എന്നതാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് തിന്മ ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തെ നിന്ദിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നവരാണ് ഏത് തരം ക്രൂരതയും മനസാക്ഷി കുത്തില്ലാതെ ചെയ്ത് കൂട്ടുന്നത്. ആകയാൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ച് അവനിൽ ആശ്രയിച്ച് നന്മ ചെയ്യുവാൻ ദാവീദ് ഉപദേശിക്കുന്നു. രണ്ടാമത്, നിങ്ങൾ നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ എന്ന് ദാവീദ് ഉപദേശിക്കുന്നു. ബലികളും ആരാധനകളും പ്രാർത്ഥനയും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ നിർവഹിക്കുന്നവർ നീതിയെ പിന്തുടരുന്നവരായിരിക്കണം. അനീതി പ്രവർത്തിക്കുകയും ആത്മീയന്മാരെന്ന് മേനി പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നത് ആത്മവഞ്ചനയാണ്. സാധുക്കർക്കും പരീശർക്കും എതിരെ നമ്മുടെ കർത്താവ് വിരൽ ചൂണ്ടിയതും ഇതേ വിഷയത്തിൽ ആയിരുന്നുവല്ലോ. ഇത് നമുക്കും ഒരു വലിയ പാഠമാണ്, ഒരു നല്ല ഉപദേശവുമാണ്. മൂന്നാമത് ദാവീദ് നൽകുന്ന ഉപദേശം, നിങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ വാസ്തവത്തെക്കുറിച്ച് ഹൃദയത്തിൽ ആലോചിച്ച് മൗനമായിരിക്കുക എന്നതാണ്. വാസ്തവമല്ലാത്ത കാര്യങ്ങൾ പറയുന്നു, പ്രവർത്തിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു നിമിഷം അതേക്കുറിച്ച് ഹൃദയത്തിൽ ചിന്തിച്ച് തന്നോട് തന്നെ കാണിക്കുന്ന വഞ്ചനയെക്കുറിച്ച് ശാന്തമായും മൗനമായും മനസാക്ഷിയുമായി സമ്മതിച്ചാൽ തീർച്ചയായും അത്തരം അപരാധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ മനസാക്ഷി നമ്മെ പ്രേരിപ്പിക്കും. അതുകൊണ്ടാണ് ദാവീദ് നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിച്ച് മൗനമായിരിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. നാലാമതായി, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ എന്നാണ് ദാവീദിന്റെ ഉപദേശം. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുക, കാരണം ദൈവം നീതിമാനാണ്. നീതിമാനായ ദൈവത്തിന് ശിക്ഷ മുഖപക്ഷമില്ലാതെ നടപ്പിലാക്കും എന്നത് മാറ്റമില്ലാത്ത പ്രപഞ്ച നിയമമാണ്. ആകയാൽ ദൈവനീതിയെ ഭയപ്പെട്ട് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന പാപകൃത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ദാവീദ് ഉപദേശിക്കുന്നു. അഞ്ചാമതായി, യഹോവയുടെ ഭക്തന്മാർ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണെന്ന ബോധം നിങ്ങൾ ഉണ്ടായിരിക്കണം എന്നതാണ് ഉപദേശം. യഹോവയുടെ ഭക്തന്മാർ ഈ ലോകത്തിലായിരിക്കുന്നത് ദൈവത്തിന്റെ ചില പദ്ധതികൾ നടപ്പിലാക്കുവാനും വേണ്ടിയാണ്. അവർ അതിനായി വേർതിരിക്കപ്പെട്ടവരാണ്. അവരെ അധിക്ഷേപിക്കുന്നതും ആക്രമിക്കുന്നതും യഹോവയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ആകയാൽ അതിൽ നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം എന്ന് ദാവീദ് ഉപദേശിക്കുന്നു. ഈ ഉപദേശങ്ങളുടെ അർത്ഥവും ആഴവും മനസ്സിലാക്കിയാൽ
മറ്റുള്ളവരുടെ ഉറക്കം കെടുത്തുന്നവർക്കെല്ലാം ഒരു പുതിയ ബോധോദയം ഉണ്ടാകും. അവർക്കും മറ്റുള്ളവർക്കും ജീവിതം സന്തോഷമാകുവാൻ അത് വഴിതെളിക്കുകയും ചെയ്യും. സമാധാനമായി ഉറങ്ങുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം നമുക്കെല്ലാവർക്കും അനുദിന ജീവിതത്തിൽ പാഠമായിരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.